സാർ സി പി രാമസ്വാമിയുടെ പൊളിറ്റിക്കൽ ഡിസിഷനായിരുന്നു ഈ ക്ഷേത്രപ്രവേശനം. ആ സമയത്ത് താരണനല്ലൂർ ശരിക്കും പെട്ടുപോയി. കാരണം അവരുടെ മുമ്പിൽ 2 ഓപ്ഷനേ ഉള്ളൂ. ഒന്നെങ്കിൽ ഇത്രയും സമ്പന്നമായ തിരുവിതാംകൂറിലെ ക്ഷേത്രങ്ങളിലുള്ള അനേകം ക്ഷേത്രങ്ങളിലുള്ള തന്ത്രാധികാരം പരിപൂർണമായി ഉപേക്ഷിക്കുകയും അവർണർ പ്രവേശിച്ച ക്ഷേത്രങ്ങളിൽ ചൈതന്യമില്ലാത്തതുകൊണ്ട് ഇനി മേലാൽ ഞങ്ങൾ പൂജയ്ക്ക് വരില്ല എന്ന് പറയുകയും ചെയ്യുക. അങ്ങനെ അവർണർ പ്രവേശിച്ചതിന് ശേഷം പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് കടക്കാതെ ഇവിടുന്ന് പോയ ഒരു രാജ്ഞിയുടെ കഥ നമുക്കറിയാമല്ലോ. അപ്പോൾ അതാണ് അങ്ങനെ ആ മാർഗം പിന്തുടരുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഓപ്ഷൻ. രണ്ടാമത്തെ ഓപ്ഷൻ രാജാവിന് കീഴ്പ്പെട്ട് അവിടെ പൂജ ചെയ്യുക എന്നുള്ളതാണ്. ഇവർ രണ്ടാമത്തെ ഓപ്ഷൻ തിരഞ്ഞെടുത്തപ്പോൾ വീണ്ടും പ്രശ്നമായി. കാരണം കൊച്ചി രാജ്യം അന്ന് ക്ഷേത്രപ്രവേശന വിളംബരത്തിന് എതിരാണ്. ഇവർക്ക് കൊച്ചിയിലും നിരവധി ക്ഷേത്രങ്ങളിൽ താന്ത്രികാവകാശമുണ്ട്. അപ്പോൾ കൊച്ചിയിലെ ആളുകൾ പറഞ്ഞു, നിങ്ങൾ തിരുവിതാംകൂറിൽ പോയി അവർണരൊക്കെ പ്രവേശിക്കുന്ന ക്ഷേത്രങ്ങളിൽ പൂജിക്കുന്ന ശാന്തിക്കാരായതുകൊണ്ട് നിങ്ങളെ ഞങ്ങളുടെ ക്ഷേത്രത്തിൽ കയറ്റാൻ പറ്റില്ല. അങ്ങനെയാണ് ഇവർക്ക് ചില ക്ഷേത്രങ്ങളിൽ ഭ്രഷ്ടൊക്കെ വരുന്നത്. ഇവരവിടെ പെട്ടുപോകുന്നതാണ്. ആ ഭ്രഷ്ട് കൽപ്പിക്കുന്ന ആരാണെന്ന് വെച്ചാൽ ആ ഭ്രഷ്ട് ഇവർക്ക് കൽപ്പിക്കണമെന്ന് പറയുന്നതും ഈ തരണനല്ലൂർ ഫാമിലിയിൽ തന്നെ ഈ മൂപ്പിള തർക്കങ്ങളുടെയും അവരുടെ തമ്മിലുള്ള ചില പ്രശ്നങ്ങളുടെയും ഫലമായിട്ട് അവരുടെ ഫാമിലിയിലെ തന്നെ ആളുകളാണ്. അതുകൂടെ ഞാൻ പറയാം. കൃത്യമായിട്ട് നമ്മുടെ ചെറായി രാമദാസ് സാറിൻ്റെ കായൽ സമ്മേളന രേഖകളിൽ അദ്ദേഹം ഒരു കാര്യം ഉദ്ധരിക്കുന്നുണ്ട് കൃത്യമായ രേഖകളുടെ അടിസ്ഥാനത്തിൽ. അത് ഞാൻ വായിക്കാം. തിരുവനന്തപുരത്ത് ചേർന്ന ഒരു വലിയ ബ്രാഹ്മണ യോഗം രാജാവിന് പിന്തുണ നൽകി. കൈമുക്ക് വൈദികനും വെളുത്തേടത്ത് തരണനല്ലൂർ നമ്പൂതിരിപ്പാട് ഉൾപ്പെടെ യാഥാസ്ഥിതിക നമ്പൂതിരിമാർ ഇരിഞ്ഞാലക്കുടയിൽ, അതായത് തരണനല്ലൂർ ഫാമിലിയിൽ തന്നെയാണ്, ഇരിഞ്ഞാലക്കുടയിൽ കിഴക്കേ മനക്കാട് രാമൻ നമ്പൂതിരിപ്പാടിൻ്റെ അധ്യക്ഷതയിൽ യോഗം ചേർന്ന് വിളംബരത്തെ എതിർത്തു. അയിത്തക്കാർ കയറുന്ന തിരുവിതാംകൂർ ക്ഷേത്രങ്ങളിൽ പൂജ നടത്തുന്ന കൂടൽമാണിക്യ ക്ഷേത്രത്തിലെ പൂജാരിക്കെതിരെ നടപടി വേണമെന്ന് യോഗം ആലോചിച്ചു. അയാൾ ആ ജോലി തുടരുകയാണെങ്കിൽ ഭ്രഷ്ടനാക്കാൻ തീരുമാനിച്ചു. അത്തരം കാര്യങ്ങൾ കൊച്ചി രാജാവിനെ കൊണ്ട് ഇദ്ദേഹത്തിന് വിലക്ക് പ്രഖ്യാപിക്കാനാണ് അവർ ശ്രമിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ തിരുവിതാംകൂറിൻ്റെ ഒരു പൊളിറ്റിക്കൽ ഡിസിഷനൊപ്പം നിന്നപ്പോൾ കൊച്ചിയിൽ പ്രശ്നമായി. അതിൻ്റെ പേരിലാണ് ഇപ്പോൾ ഒരു നവോത്ഥാന നായകന്മാരുടെ ഒരു ക്ലെയിം ചെയ്യുന്നത്. പക്ഷേ അതൊരിക്കലും നിലനിൽക്കില്ല ആ ക്ലെയിം. കാരണം അവർ ക്ഷേത്രപ്രവേശന കമ്മിറ്റിക്ക് മുമ്പാകെ അവരുടെ പ്രതിനിധി കൊടുത്ത റിപ്പോർട്ട് നമ്മുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് തന്നെ അത് നിലനിൽക്കില്ല. മാത്രമല്ല ഈ കൂടൽമാണിക്യത്തിലെ ക്ഷേത്രം എന്ന് പറയുന്നത് എത്രമാത്രം ജാതി വിവേചനം വളരെ അടുത്ത കാലം വരെ പുലർത്തിയിരുന്നു.